തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുകയാണ്. എന്നോടൊപ്പമുള്ളത് BJPയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ PC ജോർജാണ്. നമസ്കാരം. ഈ ഒരുപാട് വിവാദം വരികയാണ്. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. അതായത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഈ 26-ാം തീയതി എത്ര ദിവസമുള്ള 10-12 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി വിജയപ്രതീക്ഷ ഇല്ലാതിരുന്ന പല ആളുകളും വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ വിജയിക്കുമെന്ന് വിചാരിച്ച് നടന്നിരുന്നവർക്ക് മനപ്രയാസം ഉണ്ടാവും. സ്വാഭാവികം. പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയുടെ ആര് എന്ത് എന്ന് ചോദിച്ചാൽ കളിയാക്കിയവരുണ്ട്. പക്ഷെ കളം എന്ന് വെച്ചാൽ ജയിച്ചെന്ന് പ്രഖ്യാപിച്ചവർ നടന്നവരുണ്ട്. ഇവിടെ കളം മൂത്ത് കഴിഞ്ഞപ്പോൾ അനിൽ ആൻ്റണി ജയിക്കുമെന്ന് മനസ്സിലായി. അപ്പം ഹാലിളകിയിരിക്കുക. അതിൽ രണ്ട് കൂട്ടരും ഹാലിളകിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിനും UDFനും. UDFനും LDFും. BJP വിരുദ്ധമാണല്ലോ LDF UDF. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കും കുഴപ്പം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഐസക്കാണ്. കേന്ദ്ര കമ്മിറ്റി അങ്ങനെ അയാളെ കാലി വരാൻ പറ്റുമോ? അയാളുടെ വോട്ട് കോൺഗ്രസ് കൊടുക്കാൻ പറ്റുമോ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ 3 പ്രാവശ്യം MLA അയാളാണ്. ജനം മുഴുവൻ എതിരാണെങ്കിലും അയാളുടെ വോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വലിയ പ്രശ്നം ഇവർക്ക്. അതുകൊണ്ടിപ്പോൾ അനിൽ ആൻ്റണിക്കെതിരെ വൃത്തികെട്ട ആരോപണം ഉന്നയിക്കാമെന്നാണ് ശ്രമിക്കുന്നത്. എനിക്ക് ചിരി വന്നു. എന്താണെന്ന് ചോദിച്ചാൽ 2013 അനിൽ ആൻ്റണി ഒരു വക്കീലിൻ്റെ നിയമനത്തിൽ 25 ലക്ഷം രൂപ മേടിച്ചതാണ് പരാതി. ആ പരാതി പറഞ്ഞ ആളുടെ വ്യക്തിത്വത്തെ പറ്റിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അയാളുടെ സ്വാതന്ത്ര്യം. അയാൾ കോൺഗ്രസ്സുകാരൻ. എനിക്കത് എത്രയോ കൊല്ലമായിട്ടറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് ആദ്യം പറഞ്ഞ ഒരാളാണ് PT തോമസിനും PT തോമസ് ഭാര്യയ്ക്കും ഇത് അറിയാമെന്ന് ഈ ആരോപണം ഉന്നയിച്ച ആൾ പറഞ്ഞു. പക്ഷേ PT തോമസിൻ്റെ ഭാര്യ ഉമ വളരെ മാന്യ സ്ത്രീയാണ്. അവർ കോൺഗ്രസ് തന്നെയാണ്. അവർ പറഞ്ഞതെന്താ, ഈ ആരോപണ വിധേയൻ ശരിയല്ല, അയാൾ കോൺഗ്രസ്സുകാരനാണ്, പറഞ്ഞ് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം എൻ്റെ ഭർത്താവിന് അറിയില്ല, എനിക്കറിയത്തില്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അനിൽ ആൻ്റണി ക്ലിയറായി അതോടെ. അതിനൊക്കെ അപ്പുറത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, 2013 അനിൽ ആൻ്റണി അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ അത്ഭുതമില്ല. കോൺഗ്രസ്സാണ് അയാളന്ന്. കോൺഗ്രസ് ലോകം മുഴുവൻ കൊള്ളയടിച്ചതുകൊണ്ടല്ലേ, ഇന്ത്യ രാജ്യം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടല്ലേ കോൺഗ്രസ് പരുവായി. അതല്ലേ ഞങ്ങളുടെ പരാതി. BJPയുടെ പരാതി ഏതാണ്? ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന കോൺഗ്രസിനെ നമുക്ക് നശിപ്പിക്കണം. ആ കോൺഗ്രസ് കേരളത്തിനും രാജ്യത്തിനും ഗുണകരമല്ല. ഇതാണ് നമ്മുടെ അഭിപ്രായം. അത് മോദിജിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ അഴിമതിക്കെതിരെ പോരാടുന്ന വലിയ മനുഷ്യനാണ് അദ്ദേഹത്തെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉത്തരേന്ത്യ മുഴുവൻ പോയല്ലോ. കോൺഗ്രസിനോട് കയറാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് വയനാട്ടിൽ നിൽക്കുന്നത്. ആ പരുവായില്ലേ. അപ്പോൾ ഇനി കേരളമാണ് വ്യത്യാസം പറയുന്നത്. കേരളത്തിൽ മാറ്റം ഉണ്ടാവും. ഈ മാറ്റം ഞാൻ പറഞ്ഞു, കേരളത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇടത് വലത് മുന്നണി കളത്തരമാണെന്നും വഞ്ചനയാണെന്നും കടക്കണിയിലായ കേരളത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജനത്തിന് ബോധ്യമായി. ഇപ്പം നമ്മൾ ഗ്രാമീണ മേഖല ഓരോ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ മോദിക്ക് ഓട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മോദിയുടെ സ്ഥാനാർത്ഥി ആരെന്ന് അന്വേഷണമുള്ളൂ, താമര ചിഹ്നം എവിടെയെന്ന് അന്വേഷിക്കുന്നുള്ളൂ. ആ നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മോദിക്ക് കൈപൊക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആളുണ്ടാവും കേരളത്തിൽ നിന്ന് എന്നതിൽ ഒരു സംശയം വേണ്ട. അതിലൊന്ന് പത്തനംതിട്ടയിലെ അനിൽ ആൻ്റണിയായിരിക്കും. അതായത് ഈ നന്ദകുമാറിനെ പല സമയത്ത് വാർത്തകളിൽ ഇടം നേടുന്നതാണ്. താങ്കളും പല സമയത്ത് അദ്ദേഹത്തിനെതിരെയോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുള്ള ആളാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം എന്നാണ് കരുതുന്നത്? ഈ നന്ദകുമാറിനെ പറ്റി പറയുന്നത്, നന്ദകുമാർ എല്ലാത്തിനും ഒരു പ്രത്യേക ടൈപ്പ് ആളാണ്. ഈ അയാളെ വൈരാഗ്യം തോന്നിയാലുണ്ട് ആരെപ്പറ്റി എന്തും ചെയ്യും. ആരെ എന്തും ചെയ്യുന്നവനാണ് നന്ദകുമാർ. ആ നന്ദകുമാറിൻ്റെ പണി ഏക്കാതെ പോയത് എനിക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും കിട്ടും. പക്ഷേ അയാൾ സഹായിയുമാണ്, അതും പറയാം. ഞാൻ ഇപ്പോഴും ഓർക്കുക, ഈ കേരളത്തിലെ റെയിൽവേ സമരം നടന്ന് ഏറ്റവും വലിയ റെയിൽവേ സമരം ഞാൻ നടത്തിയതാണ്. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ കമ്പനി 4000 മുകളിലുള്ള ആളുകളെ ഇറക്കി ട്രെയിൻ കംപ്ലീറ്റ് ഒരു ദിവസം ഉച്ചവരെയും ബ്ലോക്കാക്കി. എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യ മുഴുവൻ ലോക്കായിപ്പോയി. അത് ഏറ്റവും വലിയ കേരളത്തിൽ നടന്നതിൽ ഏറ്റവും വലിയ ട്രെയിൻ സമരം അതാണ്. ആ സമരത്തിൽ അവിടെ വന്ന മുഴുവൻ ആളുകൾക്കും 4000 മുകളിലുള്ള ആളുകൾക്കും സുന്ദരമായ ഭക്ഷണം കൊടുത്തിരുന്നുണ്ട് നന്ദകുമാർ. അയാളുമായിട്ട് അത്ര നല്ല ബന്ധമുണ്ട്. എനിക്കിഷ്ടമില്ലാത്തവ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്നെ അയാൾ ചീത്ത വിളിച്ചിട്ടുണ്ട്. അയാളോട് വൃത്തികൾ പറഞ്ഞ ശേഷം വളരെ മാന്യമായിട്ടേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ പല പ്രാവശ്യം ചീത്ത വിളിച്ചിട്ടുണ്ട്. ചീത്ത വിളിച്ചാൽ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാവം കൂടെ ആയിട്ടാണ്. പക്ഷെ എന്താ പറയുക, എന്നെ ഉപദ്രവിച്ചിട്ടില്ല. എന്നെ ഒരു തവണ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഒളിച്ചു വെക്കുന്നില്ല. അതായത് ഇയാളുടെ ഒരു സ്വന്തം ക്ഷേത്രമുണ്ട് ഇവിടെ. ആ ക്ഷേത്രം ഞാൻ അമ്മയാണ് ക്ഷേത്രം. ആ അമ്മ ഈകളെ ദിവസം എന്നെ വിളിച്ച ക്ഷേത്രത്തിൽ ഉത്സവമാണ്,
അവിടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ഞാൻ PC ജോർജ് വരണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. അത് ഞാൻ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു സംശയമില്ല ഞാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ നല്ലൊരു അമ്മയാണ്, എനിക്ക് വലിയ വ്യക്തമായി. ഞാൻ അവിടെ ചെന്നിട്ട് ഈ കാർ അവിടെ ഇട്ടിട്ട് നടന്നാൽ പോയി. ഈ മീറ്റിംഗ് സ്ഥലത്തൂടെ കാർ ഇറങ്ങി, ഞാൻ എൻ്റെ ആവശ്യം ക്ഷേത്രമല്ലേ, അങ്ങോട്ട് കയറി താഴെ ഇട്ടിട്ട് ഞാൻ നടന്നു ഞാൻ അങ്ങോട്ട് കയറി എല്ലാവരോടും സ്നേഹം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് പോകുമ്പം അവിടെ ഒരു മുസ്ലിം കടയെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ വരുന്നവർക്കെല്ലാം ചായ കൊടുക്കുന്ന അയാളുടെ ജോലിയാണ്. തിരിച്ചു വരുന്നവർക്ക് ചായ കൊടുക്കും. കാശ് കിട്ടിയാൽ കിട്ടി അവർ പ്രത്യേക ടൈപ്പ് കച്ചവടക്കാരൻ. എനിക്ക് അയാളോട് വലിയ ബഹുമാനം തോന്നി. ഞാൻ സ്റ്റേ കയറി മീറ്റിംഗ് തുടങ്ങി. വേറെ അവിടുത്തെ മുനിസിപ്പാലിറ്റി പ്രമുഖ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ ഉദ്ഘാടനം വിളിച്ച് ഞാൻ സ്റ്റേജിൽ വന്നിങ്ങനെ മൈക്കിന് മുന്നിൽ വന്നപ്പം മിന്നൽ ഒരു നോട്ട് കൊണ്ടുവച്ചു നന്ദകുമാർ. ഞാൻ നോട്ട് പഠിച്ച് വെച്ച മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളാണ് മുഴുവൻ. അത് ഞാൻ വായിക്കുന്നതാണ് വിചാരിച്ചത്. ഞാനങ്ങനെ വായിക്കുന്ന സ്വഭാവമില്ലല്ലോ. ഞാനിത് വായിച്ചെങ്കിലും അതിനെപ്പറ്റി അക്ഷരം മിണ്ടാതെ ആ അമ്മയെപ്പറ്റിയും ആ ക്ഷേത്രത്തെപ്പറ്റിയും ക്ഷേത്രത്തിൻ്റെ പവിത്രതയെപ്പറ്റിയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മുന്നേറ്റത്തെപ്പറ്റിയും അതിൽ ഈ മുസ്ലിമിനെ പറ്റിയും പറഞ്ഞു. ഈ മുസൽമാൻ ഇതാണ് മതസൗഹാർദ്ദം. അതെ നീ ഇതാണ് മതസൗഹാർദ്ദം മനസ്സിലാക്കാൻ പറഞ്ഞു. ഇവിടെ വരുന്ന ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളെ ചായ കൊടുത്തു വിടുക, തിരിച്ചു പോകുന്നവരും ചായ കൊടുക്കുന്ന മുസൽമാനാണ്. ഇതാണ് മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രസംഗിച്ചു. ഞാനെന്നിട്ട് പോരുകയും ചെയ്തു. രസന 2 ദിവസം കഴിയപ്പം അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിങ്ങനെ അവിടെ വർഗീയമായി മുസ്ലിം വികാരം പടപ്പെടുത്തക്ക രീതിയിൽ ഹിന്ദു വർഗീയത പ്രസംഗിച്ചു എന്ന് പരാതി ഉണ്ടല്ലോ എന്ന്. ഞാൻ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നടപടി സ്വീകരിച്ചോളാം, അതിലെനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ നടപടി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ചു. ഇങ്ങനെ ഒരു പരാതിയുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെന്നെ ഇവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഏതാണെങ്കിലും വീട്ടിൽ നിന്ന് ആൾ നല്ലൊരു ഓഫീസറാണ്. ഞാൻ അങ്ങോട്ട് വരാം. ഞാനങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇതാ പരാതി. നോക്കിയപ്പോൾ എന്നെ ആരാ പരാതിക്കാരൻ ചോദിച്ചപ്പം എൻ്റെ മിന്നൽ നന്ദകുമാർ പ്രസംഗിക്കാൻ വെച്ച നോട്ടില്ലേ, ആ നോട്ട് വെച്ചാണ് പരാതി. അപ്പോൾ അവനെ അറിയാതെ പരാതി വരുമോ? അതൊരു പണിയായിരുന്നെന്നാണ്. അതൊരു പണിയായിരുന്നു നമുക്കിട്ട്. ഞാനത് പ്രസംഗിക്കണം, എന്നെ പ്രതിയാക്കണമെന്നാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ ഞാനത് പ്രസംഗിച്ചില്ല. ഈ VS കാലത്തൊക്കെ കേട്ടോ, ആ പ്രസംഗിച്ചു എന്ന് വ്യാജേന കൊണ്ട് നേരത്തെ പരാതി കൊടുത്ത് വെച്ചിരിക്കുകയായിരുന്നു അവിടെ. അത് വെറുതെ എടുത്ത് വെച്ചിരിക്കുക. ഞാനങ്ങനെ പ്രസംഗിച്ചില്ലല്ലോ. ഞാൻ ആശിക പക്ഷേ ഞാൻ പ്രസംഗം ഇട്ടെടുക്കാൻ പറഞ്ഞു. പുള്ളി ഉടനെ ടേപ്പ് എടുത്ത് പ്രസംഗം കേട്ടപ്പോൾ അയ്യോ ഇതിനകത്തൊന്നുമില്ലല്ലോ, ഈ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇല്ല. അപ്പോഴത്തെ 10,000 ആൾ കൂടി അവിടെ. അവിടെ സ്നേഹമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിണറായി പറഞ്ഞ് നിൽക്കുകയാണല്ലോ, പിണറായിയുടെ സൂക്കടാണല്ലോ. എന്നെ തിരുവനന്തപുരത്ത് പിടിച്ചോണ്ട് പോയി അന്ന് രാത്രി. പക്ഷേ അന്ന് BJPയുടെ RSSന്റെ 10,000 ആളുകളും കൂടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ. പിന്നെ അന്ന് നമ്മുടെ ഗോവ കൊണ്ടുവരുന്ന അദ്ദേഹം വന്നു. അങ്ങനെ ഒത്തിരി BJPയുടെയും RSSന്റെ നേതാക്കന്മാരെല്ലാം എത്തി. പക്ഷേ ഞാനവരോട് നല്ല വാക്ക് പറഞ്ഞു, ഞാൻ പൊക്കോളാം സാരമില്ലുമ്പോൾ ഞാൻ തിരുവനന്തപുരം എന്നോട് വിടണ്ടെന്ന് അവർ തീരുമാനിച്ചത്. ഞാൻ നല്ല വാക്ക് പറഞ്ഞാണ് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോലീസിൻ്റെ അടുത്ത് പോയത്. ഈ നന്ദകുമാറിൻ്റെ പിന്നിൽ ആരെന്നാണ്? ഇടതുപക്ഷമാണ്. നന്ദകുമാർ അങ്ങനെ പറയാൻ പറ്റില്ല. നന്ദകുമാർ ചിലപ്പം എൻ്റെ സഹായം മേടിക്കും, ചിലപ്പം കോൺഗ്രസിന് മേടിക്കും, ചില കമ്മ്യൂണിസ്റ്റിന് മേടിക്കും. ബൈ ബർത്ത് നന്ദകുമാർ ഒരു കോൺഗ്രസ്സുകാരൻ, സ്ട്രോങ് കോൺഗ്രസ്സുകാരൻ. പക്ഷേ ഇതിപ്പോൾ AK ആൻ്റണിക്കെതിരെ പറഞ്ഞതുകൊണ്ട് അതും അത് കുഴപ്പമായി പോയിട്ടുണ്ടായേക്ക്. അയാളെ അങ്ങനെ ആര് വെള്ളത്തിൽ ചടിച്ച് എനിക്കും ഒരു സംശയം, അത്ഭുതം തോന്നി. ഞാനിന്ന് വേറെ രസം കേട്ടു. ഞാൻ ഈ നന്ദകുമാറും നമ്മുടെ EP ജയരാജനുമായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും പരിശോധിക്കേണ്ട കാര്യം. എനിക്ക് തന്നെ പരിശോധിക്കേണ്ട കാര്യം. അവർ ബിസിനസ് ഉണ്ട് നമുക്ക് തന്നെ. അങ്ങനെ EP ജയരാജനായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അത് വളരെ മോശമായിപ്പോയി. നന്ദകുമാർ അത് ചെയ്യാൻ പാടില്ല. അത് AK ആൻ്റണിയല്ലേ കുറ്റക്കാരനായി മാറിയത്. അവിടെ പ്രശ്നം. പിന്നെ വേറെ കാര്യമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആൻ്റണി 2013 കോൺഗ്രസ്സുകാരനായപ്പോൾ കൈക്കൂലി പഠിച്ച് ഞങ്ങൾക്കറിയത്തില്ല. അത് കോൺഗ്രസ്സുകാരെല്ലാം കൈക്കൂലിക്കാരാണല്ലോ. കോൺഗ്രസ് അങ്ങനെയല്ല ഈ ലോകത്ത് തീർന്നത്, ഇന്ത്യയിൽ ഇല്ലാതായി. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം അനിൽ ആൻ്റണി ഈ കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതലായിട്ടില്ല അങ്ങോട്ട് വന്നിട്ട്. ആ BJP ചേർന്നതിന് ശേഷം ആരോടെങ്കിലും പൈസയെങ്കിലും കൈക്കൂലി ചോദിക്കുകയോ മേടിക്കുകയോ ചെയ്തതായി ഏതെങ്കിലും ഒരു ആരോപണം ഉയർത്താൻ ആ നിമിഷം സ്ഥാനാർത്ഥി വിഡ്രോ ചെയ്തേക്കാം. ഞങ്ങൾക്ക് അത്ര തന്നെ ഉണ്ട്. ഈ ഇപ്പോഴത്തെ ആരോപണങ്ങൾ അനിൽ ആൻ്റണിയുടെ ഒരു പ്രതിച്ഛായയെ ബാധിക്കുമോ? തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഉമ്മയുടെ ആ പ്രസ്താവനയുടെ പേഴ്സണലായിട്ട് അനിൽ രക്ഷപ്പെട്ടു. പിന്നെ എല്ലാവർക്കും അറിയാം നീ 25 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ച് തിരിച്ചു കൊടുത്തത്.
അങ്ങനെയാണ് ഞാൻ തിരിച്ചു കൊടുത്ത് പി ജെ കുര്യനോട് ഞാൻ സംസാരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഞാൻ ചോദിച്ചു ഈ വക്കീലിൻ്റെ കാശ് കൊടുത്തതുമായിട്ട് വല്ല ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിട്ടിരുന്നു. പക്ഷേ നന്ദകുമാർ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഫോണിൽ വിളിച്ച് സാമ്പത്തിക കാര്യമുണ്ട് ഈ എന്നെ ഈ അനിലുമായിട്ട് അതൊന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറയും. ഞാൻ അനിലെ വിളിച്ച് പറയുകയും ചെയ്തു പറഞ്ഞു അതെന്താണെന്ന് അന്വേഷിക്കണമെന്ന്. പക്ഷേ ഏതാണെന്ന് എനിക്കറിയില്ലെന്നു. ഞാൻ ഇന്ന് സംസാരിച്ചു രാവിലെ. ഈ നന്ദകുമാറായിട്ട് സംസാരിച്ചിരുന്നു? ഇല്ല, നന്ദകുമാർ എന്നാ സംസാരിക്കുകയെന്ന് വെച്ചാൽ ഈ അവനെ എനിക്ക് നല്ലോണം അറിയാം. അത് ഞാൻ മിണ്ടി അവനെ അത് നാളെ വാർത്തയാക്കിയപ്പോൾ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ മിണ്ടിയത്. ഞാനിവിടെ വേറെ വിടക്കൊന്നും ഇല്ലെന്ന്. ഞാൻ ഒരു വിവാദ നായകനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആള്. അതായത് എന്നോടൊരു പിണക്കം എന്താ വെച്ചാൽ പിണക്കമുണ്ട്. ആ വി എസുമായിട്ട് ബന്ധപ്പെട്ട വി എസിൻ്റെ അവിടെ നിന്ന് ഞാൻ എന്താ ചെയ്ത് പറയുന്നത്, എൻ്റെ ഒരു സ്വഭാവമല്ലേ, ചെറുപ്പമല്ലേ, അങ്ങനെയുകൊണ്ടാണ് എനിക്കൊരു പിണക്കം ഉണ്ടായത്. ആ പിണക്കത്തിന് വൈരാക്കി എന്നെ ഈ പ്രസംഗിപ്പിച്ച് പ്രതിയാക്കാൻ നോക്കിയത്. പക്ഷേ ഞാനങ്ങനെ ദൈവം തമ്പുരാൻ എൻ്റെ കൂടുതലായതുകൊണ്ട് എന്നെ കിട്ടിയില്ല. അത്രേ ഉള്ളൂ. ശരി. തെരഞ്ഞെടുപ്പിലേക്ക് വന്ന ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലായതുകൊണ്ട് കോട്ടയത്ത് എങ്ങനെയുണ്ട് മത്സരം? കോട്ടയം ഈ ഈഴവ സമുദായത്തിൻ്റെ ഒരു വലിയ നേതാവാണ് നിൽക്കുന്നത്. വലിയ നേതാവാണ്. ആ നിലയ്ക്ക് അതല്ല, ഈഴവരുടെ മുഴുവൻ വോട്ടുകളും അവരോടൊപ്പം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. SNDP മാത്രമല്ല, വോട്ടുണ്ട് ആകെ ഞാൻ നോക്കിയപ്പോൾ 3,60,000 ഈഴവ വോട്ടുണ്ട്. പക്ഷേ അതല്ല, 5 ലക്ഷത്തോളം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എത്രയാണ്? 5 ഉണ്ടെന്ന് ഇരിക്കണം. 5 4 ലക്ഷമെങ്കിലും സ്വാഭാവികമായിട്ട് വെള്ളാപ്പള്ളിയുടെ മകൻ ഇന്നലെ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കാൻ അങ്ങനെ കിട്ടുമോ? കുറേ CPM വോട്ടുകളും CPM വോട്ടുകളൊക്കെ തകർത്തുകൊണ്ടല്ലേ വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പുറകിലല്ലേ ഈഴവർ മുഴുവൻ എന്നങ്ങനെ പറയുന്നു. നമുക്ക് ഈ ഇലക്ഷനിൽ അറിയാം. ഈ ഇലക്ഷനിൽ SNDPയുടെ ഒരു ശക്തി കൂടിയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് SNDPയുടെയും പിന്നെ SNDPയുടെ രാഷ്ട്രീയം കണ്ട് BDS അതിനെ കണ്ട് ആ BDSും എത്ര ഉണ്ടെന്ന് നമുക്ക് ഈ ഇലക്ഷനിൽ അറിയാം. നമുക്ക് അത് ഗുണമുണ്ട്. അങ്ങനെ വലിയ ലാഭം ഈ ഇലക്ഷനുണ്ട്. 4 BJP സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ആ 4 എത്ര വോട്ട് വെച്ച് മേടിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അവരുടെ BDSന്റെ ശക്തി മനസ്സിലാക്കാം. 4 10 കൊടുക്കട്ടെ. എനിക്കൊന്ന് കിടക്കുന്നത് അത് BJPയുടെ നേതൃത്വം കൊടുത്തതല്ലേ, പിന്നെ നമ്മളിന്ന് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ കോട്ടയത്തേക്ക് ഇറങ്ങുന്നുണ്ടോ പ്രചരണത്തിന്? അത് തീരുമാനമായോ? അല്ല, ഞാൻ ഈ വിളിക്കാത്തടത്ത് ഇതുവരെ ഉണ്ണാൻ പോയിട്ടില്ലെന്ന്. വിളിക്കാതെ എങ്ങനെ വിളിക്കാത്തടത്ത് കയറി ഞാൻ വിളിക്കാത്ത കയറി ചെയ്യണം, പക്ഷേ ഉണ്ണാൻ പറ്റില്ല നമുക്ക്. അത് മോശമല്ല. അല്ല, BJP അത് തീരുമാനിക്കേണ്ടതെന്നാണ് തുഷാർ പറയാറുള്ളത്. അയാൾ എങ്ങനെ വിവരക്കടല്ലേ വല്ലതും പറയാറുണ്ട്. അത് സാരില്ല, പയ്യല്ലേ, മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇപ്പോഴും സ്മോൾ ബോയ് തന്നെയാണ്. സ്മോൾ ബോയ്യാ മനസ്സ്. ഒരു രാഷ്ട്രീയക്കാരനായില്ല, ഒരു രാഷ്ട്രീയക്കാരനാകണം. അപ്പം ആ സ്വഭാവമൊക്കെ മാറും. BJP ഇനിയുള്ള ദിവസങ്ങളിൽ എവിടേക്കാണ് പ്രചരണം? അതൊക്കെ തീരുമാനിച്ചോ? ലിസ്റ്റ് ആയോ? അത് BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി തരുന്ന പ്രോഗ്രാം അനുസരിച്ച് ഞാൻ പോവുക. എങ്ങനെയുണ്ട് BJPയിൽ എത്തിയ ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ എക്സ്പീരിയൻസ്? എനിക്ക് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ റാന്നിയിലാണ്. BJPയുടെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ മുക്കൂട്ടർ ചെന്നപ്പോൾ ആ മേഖലയിലുള്ള BJPക്കാർ മുഴുവൻ, എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ പഴയ ജനപക്ഷക്കാർ ഇപ്പം BJP ആയിട്ട് മാറില്ലോ. പക്ഷേ ഞാൻ ജനപക്ഷ BJP ആയെങ്കിലും ജനപക്ഷം പ്രവർത്തകരെ മുഴുവൻ BJPയിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് ചേർക്കാനുള്ള അവസരം കിട്ടിയില്ല എനിക്ക്. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നടക്കില്ല. എങ്കിലും നമ്മുടെ BJPക്കാരെ പോലെ തന്നെ നമ്മുടെ പഴയ ജനപക്ഷം പ്രവർത്തകരെല്ലാം തന്നെ മുക്കൂട്ടർ മുഴുവൻ പേരും ഉണ്ടായിരുന്നു. വളരെ അനുകൂലവും സന്തോഷം. പത്തനംതിട്ടയിൽ ജയിക്കും എന്ന് പറയുമ്പോൾ ഒരു എന്ത് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് BJP? ഭൂരിപക്ഷം ഞാൻ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന കുഴപ്പം ആൻ്റോ ആൻ്റണിക്ക് കാരണം 3 വർഷം 15 കൊല്ലം ഒന്നും ചെയ്തിട്ടില്ല, നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, നാട്ടുകാരെ കണ്ടാൽ അറിയില്ല. പുള്ളി അമേരിക്കയിൽ ഇംഗ്ലണ്ടിലൊക്കെ എനിക്ക് ഇറങ്ങിയിട കാനഡയിലൊക്കെയാണ്. അപ്പോൾ ഒരു മര്യാദയില്ലാത്ത പോക്കാം. ആകെപ്പാടെ പറഞ്ഞ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടുന്ന എംപിയുടെ ഐറ്റമിൽ സംഭവമാണ്. അങ്ങനെ ഞാൻ എന്തായാലും ഇട്ടിരിക്കുന്നു. പിന്നെ വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി. ഞാനിവിടെയൊക്കെ അന്വേഷിച്ചിട്ടാകെ പത്തനംതിട്ട ഭാഗത്ത് ഒരു കവലയിൽ തന്നെ 3 വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നത്തേന്ന് എനിക്കറിയത്തില്ല. ആ ഒരു വെയിറ്റ് ഷർട്ടിന് 25 ലക്ഷം രൂപ വന്നു. ഞാനത് എടുത്ത് എടുത്ത് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു 6 ലക്ഷം രൂപ അതിനും നല്ല വെയിറ്റ് ഷർട്ട് ഉണ്ടാക്കും. പിന്നെ അങ്ങനെ 25 ലക്ഷം രൂപ പോയെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ പേരുദോഷം ഉണ്ടാക്കും. ആന്റണിക്ക് അപകടം. ഈ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ? എങ്ങനെയാണ്? തുറന്നു. സംശയം എന്താ? ഉറപ്പാണ്. 100%. ഏത് സ്ഥലം എന്ന് പറയുന്നുണ്ട്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു പത്തനംതിട്ട, ഉറപ്പിച്ച് പറയുന്നു തിരുവനന്തപുരം. ഇനിയുണ്ട്. ഞാൻ പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ
അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ ബാക്കി ഉടനെ ബാക്കിയെല്ലാം തോറ്റെന്നില്ലേ, അതുകൊണ്ട് ഞാൻ പറയാത്ത. സുരേഷ് ഗോപി തൃശ്ശൂർ എങ്ങനെ 5 എൻ്റെ കണക്ക്. സുരേഷ് ഗോപി ആദ്യം ഈ ഒരു സിനിമാക്കാരനായിട്ട് നടന്നു, ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി മാന്യനായ പൊതുപ്രവർത്തന എന്ന നിലയിൽ മാറിയിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം നല്ല ബന്ധമുണ്ട്, ജനങ്ങളെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അതൊന്നും നോമ്പ് തുറയ്ക്കൊക്കെ പോയതിനെതിരെ അതില് ഗണേഷ് കുമാർ വലിയ വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിനെ കിട്ടുകയില്ലാത്ത വോട്ടിന് എന്ത് പോയെന്നാണ് ഗണേശ് ചോദിക്കുന്നത്. ഗണേശ് ചോദ്യം ഒരു കണക്ക് നോക്കിയ ന്യായമാണ്, കിട്ടുകയെന്ന് ഉറപ്പുള്ളിടത്ത് പിന്നെ എന്തിനാണ് പോയത്. പക്ഷേ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ നോമ്പ് തുറക്കി വിളിച്ചാൽ പോകട്ടെ, അതിൻ്റെ കുഴപ്പം. അനിൽ ആന്റണി എരുമേലി പോയിരുന്നു, അതിൻ്റെ തെറ്റന്നെ, പോണം. നീ എന്നെ വിളിച്ചോടത്തല്ലേ ഞാൻ പോകാറുണ്ട്, വിളിക്കാത്തടത്ത് ഉണ്ടാകാൻ പോകാൻ പറ്റുകയല്ലോ. അതായത് കോട്ടയത്ത് പ്രചരണം എന്ന അർത്ഥം മനസ്സിലായിട്ടുണ്ട്, പ്രത്യേകിച്ച് പറയണ്ട. ഈ BJP-യിൽ എത്തിയിട്ടേ പദവികളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടില്ലല്ലോ. ഇല്ല, പ്രഖ്യാപിക്കപ്പെട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടായില്ല, സാഹചര്യം ഉണ്ടായില്ല, ചർച്ച ചെയ്തിട്ടില്ല. അത് ഈ ഇലക്ഷന് ശേഷം ഉണ്ടാവും. തൃപ്തനാണ് BJP-യിൽ. തൃപ്തനാണെന്ന് മാത്രമല്ല, 100% തൃപ്തനാണ്. മനസ്സിലായില്ലേ? മറ്റേ കയ്യിലേക്ക് കാശും കളഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയും കളഞ്ഞ് ഇങ്ങനെ നാട് മുഴുവൻ കാല് ബന്ധ പട്ടിയുടെ കൂട്ട് ഓട്ടം. എല്ലായിടത്തും വലിയ സ്വീകരണമുണ്ട് BJP. ഇപ്പം അത് നേരെ വിരുദ്ധമല്ല. 5 പൈസ ഞാനിപ്പോൾ ഈ ഡീസലും പെട്രോളൊക്കെ ഞാൻ തന്നെ അടിക്കുന്നത്. പക്ഷേ അവരെല്ലാം കാശ് തരും, ഞാൻ മേടിക്കാത്തതാണ്. അയ്യോ, അവർ വളരെ മാന്യമാണ്. ചിലർന്ന് കാശ് മേടിച്ചു, അത് ഡ്രൈവറിൽ കൊണ്ട് കൊടുത്തു പോയി. അങ്ങനെ മേടിച്ചപ്പോൾ ഉണ്ടായി. അനുയായികളൊക്കെ കൂടി ഫലത്തിലല്ലേ. അയ്യോ, എന്തൊരു അനുഭവം, എന്തൊരു സന്തോഷം, നല്ല പെരുമാറ്റം. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തനം, നല്ല നിമിഷങ്ങൾ ഇപ്പോഴാണ് ഈ BJP ചേർന്നതിന് ശേഷമാണ്. ഷോണും കാര്യമായി ഓടി നടക്കുന്നുണ്ട്. അവനിപ്പം ഈ രാജീവ് ചന്ദ്രശേഖരനായിട്ട് എൻ്റെ കൂടുതൽ അടുപ്പം. അയാൾ വിടുകയില്ല. അവൻ ഇവിടെ വന്ന 2 മണിക്കൂറിനാണ് തിരിച്ച് ഫോണിൽ വിളിച്ച ആൾ അങ്ങോട്ട് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും BJP-യുടെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയായിരുന്നു PC ജോർജ്. പത്തനംതിട്ട ഉൾപ്പെടെ ജയിക്കും എന്ന് PC ജോർജ് ഉറപ്പിച്ച് പറയുകയുമാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് G. ശ്രീജിത്ത്, News 8.